ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ട് ഞണ്ട് പൊരിച്ചെടുക്കുന്ന വീഡിയോ ആണ്. ഇതിൽ തയ്യാറാക്കിയിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റിലാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം. പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇങ്ങനെ 3 കണ്ണുള്ള ഞണ്ടാണ് ഞങ്ങൾ കഴിക്കാറുള്ളത്. അതായത് കണ്ണ് മീൻസ് അതിൻ്റെ അടയാളം. ഈ ഞണ്ട് ഞങ്ങൾ കഴിക്കാറില്ല. അപ്പോൾ ഞണ്ടിൻ്റെ കാലകളൊക്കെ ഞാൻ പകുതി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ മതി ഞണ്ടിൻ്റെ കാലിൻ്റെ എണ്ണ എത്രയാണെന്ന്. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ രക്തത്തിൻ്റെ നിറം, വയറ്റിലെ പല്ലുള്ള ജീവി, ഉത്തരം അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളെ. അപ്പോൾ ഈ ഭാഗം പൊളിച്ചാലാണ് നമുക്ക് ഞണ്ടും ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാനിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞണ്ട് ഓപ്പൺ ആക്കാം. എന്നിട്ട് ഉള്ളൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്യുക. ഞണ്ട് ഞാൻ നന്നാക്കി വാഷ് ചെയ്തതിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത്. ഇനി മൊത്തത്തിൽ ഇത് നന്നാക്കി എടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ എല്ലാം ഞണ്ട് ഞാൻ മൊത്തത്തിൽ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഞണ്ടൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കാൻ പോവാണ്. കാരണം ഞണ്ടിന് ഒരുപാട് വേവ് ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കാം. ഇത് മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം വെച്ചാൽ മതി. ഈ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇത് വേകുമ്പോഴത്തേക്ക് ഞാനൊരു മസാല തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് വെളുത്തുള്ളി നന്നാക്കി ചതച്ച് കൊണ്ടുവന്നതാണ്, ആവശ്യത്തിന് ഉപ്പും, ഒരു ടൊമാറ്റോൻ്റെ ജ്യൂസും ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോൻ്റെ മൂടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ജ്യൂസും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞണ്ടെല്ലാം വെന്തിട്ട് ഞാനിതാ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ടുമേലൊക്കെ മുളക് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഞണ്ടുമേലൊക്കെ ഞാനിതാ മുളക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/4 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 1/4 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഞണ്ട് പൊരിച്ചെടുക്കാൻ അതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് നമുക്ക് ഓരോ ഞണ്ടിൻ്റെ പീസ് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. മറുഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് ഞാനിതാ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിടാണ്. ഓൾറെഡി നമ്മൾ ഞണ്ട് ഒന്ന് കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിന്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞണ്ട് മാത്രം മതി കൂട്ടി കഴിക്കാൻ. ഇതിൻ്റെ കൂടെ 2 പപ്പടമാണ് ഇതിൻ്റെ കോമ്പിനേഷന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നിങ്ങളും ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.